നമസ്തേ, ഞാൻ പുഷ്പൻ പണിക്കർ. എൻ്റെ ഇന്നത്തെ പ്രഭാഷണ വിഷയം എന്താണ് ശിവലിംഗം. ശിവലിംഗത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വർണ്ണിച്ചിട്ടുള്ളത് ശ്വേതാശ്വതാര ഉപനിഷത്തിലാണ്. അതിനെ അടിസ്ഥാനമാക്കിയാണ് എൻ്റെ പ്രഭാഷണവും. സനാതനധർമ്മ വിശ്വാസികളിൽ 90% ആളുകളും വിശ്വസിച്ചിരിക്കുന്നത് ഭഗവാൻ ശിവൻ്റെ ലിംഗമാണ് ശിവലിംഗം എന്നതാണ്. ശിവലിംഗം എങ്ങനെ രൂപപ്പെട്ടു? ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഖനനം ചെയ്തപ്പോൾ ആയിരം ആണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കാണുവാൻ സാധിച്ചു. എന്താണ് ശിവലിംഗത്തിൻ്റെ അടിസ്ഥാനം? ശിവം എന്ന വാക്കിൻ്റെ അർത്ഥം മംഗളം അഥവാ ചൈതന്യം എന്നാണ്. ലിംഗം എന്നാൽ അടയാളം, മുദ്ര, പ്രതീകം എന്നൊക്കെയാണ്. സന്യാസിയുടെ ലിംഗം, അടയാളം, കാഷായ വസ്ത്രമാണ്. മലയാളം ഗ്രാമറിൽ പുല്ലിംഗം, സ്ത്രീലിംഗം എന്നൊക്കെ പറയില്ലേ? സ്ത്രീലിംഗം എന്നാൽ സ്ത്രീയുടെ ലിംഗമാണോ? അല്ല. സത്യത്തിൽ ശിവലിംഗത്തിൻ്റെ ശരിയായ അർത്ഥം മംഗളത്തിൻ്റെ പ്രതീകം, ചൈതന്യത്തിൻ്റെ പ്രതീകം, പരമാത്മാവിൻ്റെ പ്രതീകം എന്നൊക്കെയാണ്. ശിവലിംഗം എന്ന ചൈതന്യത്തിൻ്റെ രൂപം എവിടെയാണെന്ന് നമ്മൾ ഋഷീശ്വര്യന്മാർ കണ്ടുപിടിച്ചു. അത് ഈ മഹാപ്രപഞ്ചത്തിലാണ്. എങ്ങനെയാണ് ഈ മഹാപ്രപഞ്ചത്തിലെ ദിവ്യലിംഗം നമ്മുടെ ഋഷിവര്യന്മാർക്ക് കാണുവാൻ സാധിച്ചത്? അതിനായി ആദ്യം നിങ്ങളെ നമ്മുടെ സൗരയൂഥത്തിലേക്ക് കൊണ്ടുപോകാം. നാം അധിവസിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഋഗ്വേദത്തിലെ 6-ാം മണ്ഡലത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ഒരു സൂക്തമുണ്ട്. അയം ഗൗ പ്രസ്ഥിര ക്രമീത സദൻ മാതരം പുര. അതിൻ്റെ അർത്ഥം ഭൂമി ഒരു ഉരുണ്ട ഗോളമാണെന്നും അത് സൂര്യനെ വലം വയ്ക്കുന്നുവെന്നും അത് സ്വയം ചലിച്ച് 24 മണിക്കൂർ ദിനരാത്രങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, അല്ലെങ്കിൽ 5000 അല്ലെങ്കിൽ 10000 വർഷങ്ങൾക്ക് മുമ്പേ ദീർഘനമസ് എന്ന മഹാമുനി അസ്യ വാമസ്യ സൂക്തം എന്ന സൂക്തത്തിൽ ഋഗ്വേദത്തിൽ എഴുതിയിട്ടുണ്ട്. അയം ഗൗ പ്രസ്ഥിര ക്രമീത സദൻ മാതരം പുര. ഈ സൗരയുധത്തിലെ ഓരോ ഗ്രഹങ്ങളും അതിൻ്റെ സ്പീഡ്, സഞ്ചാരപഥം തുടങ്ങി അനേകം കാര്യങ്ങൾ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ വേദത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൺമറഞ്ഞ നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത് പഞ്ചാംഗത്തിൽ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഇത്ര നാഴിക ഇത്ര വിനാഴികയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥമായ ഋഗ്വേദത്തിൽ 5-ാം മണ്ഡലത്തിൽ 40-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ഒരു സൂക്തമുണ്ട്. സംസ്കൃതം പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം, അല്ലയോ സൂര്യദേവ, അങ്ങയുടെ പ്രകാശം സ്വയം പ്രകാശിക്കാത്ത ചന്ദ്രനെ മറിച്ച് ഭൂമിയെ അല്പസമയം ഇരുട്ടിലാക്കുന്ന അങ്ങയുടെ ദിവ്യശക്തിയെ നമിക്കുന്നു എന്നാണ്. വേദത്തിൽ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം, സൂര്യനിലേക്കുള്ള ദൂരം എത്രയാണെന്നും വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ചന്ദ്രൻ്റെ ഡയമീറ്റർ × 108, അതാണ് ചന്ദ്രനിലേക്കുള്ള ദൂരം. അതുപോലെ സൂര്യനിലേക്കുള്ള ദൂരം സൂര്യൻ്റെ ഡയമീറ്റർ × 108, അതാണ് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം. അതുകൊണ്ടാണ് എല്ലാ മൂലമന്ത്രങ്ങളും 108 തവണ ചൊല്ലുന്നത്. ചുരുക്കത്തിൽ ഈ മഹാപ്രപഞ്ചം മുഴുവൻ കാണാനുള്ള ദിവ്യശക്തി ദീർഘനാളത്തെ ക്രിയായോഗയിൽ കൂടി നമ്മുടെ ഋഷിവര്യന്മാർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ മഹാപ്രപഞ്ചം എലിപ്സോയിഡ് രൂപത്തിലാണെന്നും അതിൻ്റെ ഡയമീറ്റർ 500 മില്യൺ യോജനയാണെന്നും അവർ കണ്ടുപിടിച്ചത്. ഒരു യോജന എന്ന് പറഞ്ഞാൽ 8 മൈലാണ്. അങ്ങനെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഡയമീറ്റർ 4 ബില്യൺ മൈലാണെന്ന് വളരെ വ്യക്തമായിട്ട് വേദത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഋഷിവര്യന്മാരുടെ ജ്ഞാനദൃഷ്ടിയിൽ കൂടി അവർ ഈ പ്രപഞ്ചത്തെ നോക്കിക്കണ്ടു. അങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ നടുക്ക് 1000 സൂര്യന്മാർ ഒന്നിച്ചു കത്തിജ്വലിച്ച് നിൽക്കുന്ന ഉജ്ജ്വലമായ പ്രകാശരൂപം അവർ കണ്ടു. അത് ഊർജത്തിൻ്റെ പ്രകാശമായിരുന്നു. ആ ഊർജത്തിൻ്റെ പ്രഭവകേന്ദ്രമായിരുന്നു അത്. ഈ മഹാപ്രപഞ്ചത്തിലെ സകല നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ജീവജാലങ്ങളെയും നാം എല്ലാവരെയും നിയന്ത്രിക്കുന്ന അത്യുജ്വലമായ ഊർജത്തിൻ്റെ പ്രഭവകേന്ദ്രം അവർ കണ്ടു. ആ നിർഗുണോപാസന രൂപത്തിന് മുട്ടയുടെ ആകൃതിയായിരുന്നു. എന്താണ് മുട്ടയുടെ ആകൃതിയിലുള്ള രൂപം? അതാണ് ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന മുട്ടയുടെ രൂപത്തിലുള്ള ദിവ്യ ജ്യോതിയായ സാക്ഷാൽ ശിവലിംഗത്തിൻ്റെ രൂപം. നമുക്കറിയാം, ആറ്റം ബോംബ് എന്ന ഊർജ്ജ സംഭരണി സൂക്ഷിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സാക്ഷാൽ ശിവലിംഗത്തിൻ്റെ രൂപത്തിലാണ്. അല്ലെങ്കിൽ
ദി ബോംബ് വിൽ എക്സ്പ്ലോഡ് ബൈ ഇറ്റ് സെൽഫ്, തനിയെ അത് പൊട്ടിത്തെറിക്കും. ശിവലിംഗത്തിൻ്റെ രൂപത്തിലുള്ള ആ ദിവ്യപ്രകാശം സാക്ഷാൽ ജഗദീശ്വരൻ്റെ രൂപമാണ്, അഖിലാണ്ടേശ്വരൻ്റെ രൂപമാണ്, പരമാത്മാവിൻ്റെ രൂപമാണ്, ഓംകാര സ്വരൂപൻ്റെ രൂപമാണ്. അതാണ് സാക്ഷാൽ ശ്വേതാശ്വതാര ഉപനിഷത്തിൽ പറയുന്ന ബ്രഹ്മാണ്ഡ സ്വരൂപൻ. എന്താണ് ബ്രഹ്മാണ്ഡ സ്വരൂപൻ? ബ്രഹ്മം പ്രപഞ്ചം, അണ്ഡം മൊട്ട, സ്വരൂപൻ രൂപത്തിലുള്ളത്. അത് ശിവലിംഗത്തിൻ്റെ രൂപത്തിലുള്ള സാക്ഷാൽ ജഗദീശ്വരൻ്റെ രൂപമാണ്, വിധാതാവിൻ്റെ രൂപമാണ്, അതിൻ്റെ പ്രതിരൂപമാണ് ശിവലിംഗം. അതിനെ സ്ഥാപിച്ചിരിക്കുന്നത് സമസ്ത ജീവജാതിയെ പ്രതിനിധീകരിക്കുന്ന കൽപ്പിത പീഠത്തിൽ നിലകൊള്ളുന്ന സാക്ഷാൽ ശിവലിംഗം, പരമാത്മാവിൻ്റെ പ്രതീകമായ ശിവലിംഗം. ശിവലിംഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഈ ചെറിയ പ്രഭാഷണത്തിലൂടെ അത് അല്പമെങ്കിലും അതിനെക്കുറിച്ച് അവബോധം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വരും നാളുകളിലുള്ള വീഡിയോയിൽ ആദ്യം എന്താണ് ഓം, അതിൻ്റെ ആത്മീയ വശവും ശാസ്ത്രീയ വശവും പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ ക്ഷേത്ര ദർശനം, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ക്ഷേത്രത്തിലെ കല്ലിൻ്റെ രൂപത്തിലുള്ള മൂർത്തിക്ക് ദൈവികത്വമുണ്ടോ, ക്ഷേത്രത്തിലെ കല്ല് അല്ലെങ്കിൽ മൂർത്തി ദൈവമാണോ, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നുണ്ട്. കൂടാതെ സർപ്പങ്ങൾ, സനാതനധർമ്മ വിശ്വാസികൾ സർപ്പത്തെ ആരാധിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. എന്താണ് സർപ്പം, എന്താണ് സർപ്പിള ശക്തി, അതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ വിവരണങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വരും നാളുകളിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പല വീഡിയോകളും ഉണ്ടായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. ലോക സമസ്ത സുഖിനോ ഭവന്തു.